നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളും കത്തുകളും നമുക്ക് പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. കുറേ വാട്സപ്പ് കോൾ വന്നിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? സൂര്യ ടി വി എന്നാണ്. ഹരി പത്നാവർ എന്ന് പറഞ്ഞ ആളാണ്. അയ്യോ സാറേ, ഞാൻ മനസ്സിലായില്ല. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞേ. ഡേറ്റ് ഓഫ് ബർത്ത് 8/2/2007. സമയം 4:48 PM. ഈവനിങ്. PM. PM. ചിത്തിര നക്ഷത്രം, വ്യാഴാഴ്ച ദിവസം. മകരം 25-ാം തീയതി. മകരമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എത്ര വേണ്ട, മകരം 25 അറിയണ്ട. അതെ, മോളാണോ? മോളെ, എന്താ പ്രശ്നം അറിയോ? പഠിത്തത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. ഭയങ്കര ടെൻഷൻ ഉള്ളൊരു രീതി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. മിടുക്കിയാണ്, നല്ല രീതിയിൽ എക്സാംസ് ഒക്കെ എഴുതാനും പാസ് ഔട്ട് ആവാനും ഒക്കെ കഴിയും. പക്ഷെ ചുമ്മാ ടെൻഷൻ അടിച്ചുകൊണ്ട് കുളമാക്കി കളയും ചിലപ്പോ. അതുകൊണ്ട് ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലതുപോലെ പഠിച്ച് പരിശ്രമിച്ച് നോക്കാൻ പറയണം കേട്ടോ. ഇപ്പൊ എന്താ പഠിക്കുന്നേ? അവളിപ്പോ 10th-ലാണ്. കഴിഞ്ഞ ഇയറായിരുന്നു 10th. പക്ഷെ അച്ഛൻ മരിച്ച കാരണം പുള്ളിക്കാരത്തെ കുറച്ച്. എന്നാ മരിച്ചേ? 2022 ഫെബ്രുവരി 12-ാം തീയതി. 2022 ഫെബ്രുവരി 12-ാം തീയതി. ഇനിയിപ്പോ 24 ഫെബ്രുവരി വരുമ്പോ 2 വർഷം. സമയം കറക്റ്റ് ആവും. സമയം ഒരു 3 മണി, 2:45, 3 മണി ആയി കാണും. വൈകിട്ടാണോ? വെളുപ്പിന്. ഓ, മകയിരം ആണ് തോന്നുന്നു. ഞാൻ എപ്പോഴത്തെ അന്ന് മകയിരാണ് നക്ഷത്രം. നമ്മൾ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അന്നൊരു ശനിയാഴ്ച ദിവസം വെളുപ്പിനെ ആയിരുന്നല്ലോ അല്ലെ? വെള്ളിയാഴ്ച രാത്രി. വെള്ളിയാഴ്ച വെളുപ്പിന് പാടില്ലാതായി 24 hours ആയപ്പോഴേക്കും ആള്. അതെ അതെ, അപ്പൊ ശനിയാഴ്ച വെളുപ്പിനെ. മകയിര നക്ഷത്രത്തിന് ഞാൻ ഒരു കാര്യം പറയാം. പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ ഈ മരണം പലപ്പോഴും പലരെയും പേടിപ്പിക്കും. എന്ന് വെച്ചാൽ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ് ഭയപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു തരത്തിലുള്ള ദോഷങ്ങളൊന്നും പ്രധാനമായിട്ടില്ല. അപ്പൊ ടെൻഷൻ അടിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. മോളോട് ഇപ്പം ഒരച്ഛൻ മരണപ്പെട്ടു പോയ കുട്ടിക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. പക്ഷെ മോളോട് പറയുക, മോളെ പഠിച്ച് നല്ല സ്വന്തം കാലിലൊക്കെ നിന്ന് നല്ല ജോലിയൊക്കെ കിട്ടി ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറയണം. മോള് ടെൻഷൻ മാറ്റി വയ്ക്കാൻ പറയണം. ഞാൻ ആദ്യം പറഞ്ഞു, പഠനവുമായി ബന്ധപ്പെട്ടിട്ട് മോൾക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ടെൻഷൻ അടിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ടെൻഷൻ പൂർണ്ണമായിട്ട് മാറ്റാൻ മോളോട് പറയണം കേട്ടോ. അത് അവൾക്കിപ്പോ ജോയിന്റ് മൊത്തം പെയിനാണ്. ഞാനിപ്പോ ഇത്രയും വർഷമായിട്ട് അവളെ ഹോസ്പിറ്റലിൽ കേറി ഇറങ്ങി. എത്ര നാളായിട്ട് ഇങ്ങനെയുണ്ട്? അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അങ്ങനെ. ഞാനൊരു ഒരു കാര്യം ഞാൻ പറയാം. ഈ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറഞ്ഞ് മാനസിക സമ്മർദ്ദം കൊണ്ടുള്ള അസുഖങ്ങൾ പറയാറുണ്ട്. അതിൽ ആർത്രൈറ്റിസ്, ജോയിന്റ് പെയിന്, അതൊക്കെ അതിൽ പറയുന്ന കൂടുതലാണ്. സ്കിൻ ഡിസീസ്. അപ്പൊ എനിക്ക് തോന്നി സമ്മർദ്ദം കൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. മോളിപ്പോ അവിടെ ഉണ്ടോ? ശരി, എക്സാം ഒക്കെ കഴിഞ്ഞ് വരട്ടെ, നമുക്ക് ഒരു ദിവസം സംസാരിക്കാം കേട്ടോ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.